എല്ലാവർക്കും ദ ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് IDE യൂസ് ചെയ്യാതെ ഒരു ജാവ പ്രോഗ്രാം കമാൻഡ് പ്രോംപ്റ്റിലൂടെ നോട്ട്പാഡ് യൂസ് ചെയ്ത് റൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. IDE എന്ന് ഉദ്ദേശിക്കുന്ന എക്ലിപ്സ്, ഇന്റലിജ്, വിഷ്വൽ സ്റ്റുഡിയോ കോഡ് അതുപോലെ ഉള്ള IDEs ആണ്. ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് ആണ്. നമ്മൾ കോഡ് റൈറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഈ IDEs ഒന്നും യൂസ് ചെയ്യാതെ നമ്മൾ ഒരു ജാവ പ്രോഗ്രാം കമാൻഡ് ലൈനിൽ കൂടെ നോട്ട്പാഡിൽ കോഡ് എഴുതിയ ശേഷം നമ്മൾ എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ്. ഞാൻ എൻ്റെ ഫയൽ എക്സ്പ്ലോറർ ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. യൂട്യൂബ് എന്ന ഫോൾഡറിൻ്റെ അകത്ത് ജാവ എന്നൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ജാവ എന്ന ഫോൾഡറിൻ്റെ അകത്ത് ഞാനൊരു ടെക്സ്റ്റ് ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ആ ടെക്സ്റ്റ് ഫയലിനകത്ത് ഞാനൊരു സിമ്പിൾ ജാവ പ്രോഗ്രാം എഴുതും. അതിനുശേഷം നമ്മൾ ആ ടെക്സ്റ്റ് ഫയൽ എഴുതിയിരിക്കുന്ന കോഡായിരിക്കും എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഞാൻ ആദ്യമേ ഒരു ടെക്സ്റ്റ് ഡോക്യുമെന്റ് ഇവിടെ ആഡ് ചെയ്യുവാണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, ന്യൂ ടെക്സ്റ്റ് ഡോക്യുമെന്റ്. പേര് ഞാൻ പ്രിന്റ് ഹലോ വേൾഡ് എന്നുള്ളത് കൊടുക്കുവാണ്. ഇവിടെ നമ്മൾ ഒരു ബേസിക് ജാവ പ്രോഗ്രാം എഴുതുവാണ്. പബ്ലിക് ക്ലാസ് പ്രിന്റ് ഹലോ വേൾഡ് ബ്രേസ് ഓപ്പൺ ചെയ്തു, ക്ലോസ് ചെയ്തു. ഇനി നമുക്ക് മെയിൻ മെത്തേഡ് എഴുതണം. പബ്ലിക് സ്റ്റാറ്റിക് void main string array കൊടുക്കണം. rs എന്നുള്ളത് കൊടുക്കുക. വീണ്ടും കേളി ബ്രേസ് ഓപ്പൺ ചെയ്യുക, ക്ലോസ് ചെയ്യുക. അതിനുശേഷം പ്രിന്റ് ചെയ്യാനുള്ള സ്റ്റേറ്റ്മെന്റ് നമ്മൾ ഇവിടെ പാസ് ചെയ്യണം. സിസ്റ്റം ഡോട്ട് ഔട്ട് ഡോട്ട് പ്രിന്റ് ln ഹലോ വേൾഡ് എന്നുള്ളത് നമുക്ക് കൊടുക്കാം. സെമികോളൻ കൊടുക്കുന്നു. ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, ഈ ഫയലിന്റെ എക്സ്റ്റൻഷൻ .txt ആണ്. ഈ എക്സ്റ്റൻഷൻ കാണണം എന്നുണ്ടെങ്കിൽ വിൻഡോസ് 10 ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ വ്യൂ എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ ഫയൽ നെയിം എക്സ്റ്റൻഷൻ എന്നുള്ള ഈ ചെക്ക് ബോക്സ് എനേബിൾ ചെയ്താൽ മതി. അത് എനേബിൾ ചെയ്യുമ്പോൾ എക്സ്റ്റൻഷൻ കാണിക്കും. അല്ലെങ്കിൽ തന്നെ ഇവിടെ ടൈപ്പ് എന്നുള്ളത് കാണിക്കും. അത് കൂടാതെ അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു ചെക്ക് ബോക്സ് എനേബിൾ ചെയ്താൽ മാത്രം മതി. ഇനി നമുക്കിതിന്റെ ഫയൽ എക്സ്റ്റൻഷൻ നമുക്ക് ടെക്സ്റ്റിൽ നിന്ന് മാറ്റി അതൊരു ജാവ എക്സ്റ്റൻഷനിലേക്ക് മാറ്റണം. അതിനുവേണ്ടി ഞാൻ റീനെയിം ചെയ്യുവാണ്. txt എന്നുള്ളത് മാറ്റി ജാവ എന്നാക്കുന്നു. ഒരു ജാവ ഫയലായിട്ട് മാറി. ഇനി ഈ ഒരു പർട്ടിക്കുലർ ഫയലുള്ള ഫോൾഡർ ഞാൻ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ചെയ്യാൻ പോവാണ്. നമ്മൾ കമാൻഡ് പ്രോംപ്റ്റിൽ കൂടി ആയിരിക്കും എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. CMD ടൈപ്പ് ചെയ്ത് ഇപ്പം ആ ലൊക്കേഷനിൽ കമാൻഡ് പ്രോംപ്റ്റ് ഓപ്പൺ ആയി. ഇനി ആ ഫോൾഡറിനകത്തെ ഫയൽസ് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി dir എന്നുള്ള കമാൻഡ് യൂസ് ചെയ്താൽ മതി. അപ്പം ഇവിടെ പ്രിന്റ് ഹലോ വേൾഡ് ഡോട്ട് ജാവ എന്നുള്ളത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫസ്റ്റ് ഈ ഒരു പർട്ടിക്കുലർ ഫയൽ കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്യുമ്പോൾ ഇതേ ഫയലിന്റെ പേര് ഡോട്ട് ക്ലാസ് ഫയലും കൂടെ ജനറേറ്റ് ആവും. അപ്പം അതൊരു ബൈറ്റ് കോഡാണ്. ആ ബൈറ്റ് കോഡാണ് കമ്പ്യൂട്ടറിന് അണ്ടർസ്റ്റാൻഡബിൾ ആയിട്ടുള്ള ഒരു കോഡാണ്. അപ്പം ആ കോഡിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി നമ്മളൊരു കമാൻഡ് യൂസ് ചെയ്യണം. ജാവ സി കമ്പൈൽ എന്നുള്ള മീനിങ് ആണ് സി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ജാവ സി പിന്നെ ഫയലിന്റെ പേര് പി എന്ന് ടൈപ്പ് ചെയ്ത ശേഷം ഫുള്ളായിട്ട് വരാൻ വേണ്ടി ഓട്ടോഫിൽ ആകാൻ വേണ്ടി ടാബ് യൂസ് ചെയ്താൽ മതി.
ഇത് എക്സിക്യൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം ഇപ്പം നിലവിൽ ഇവിടെ ഒരു ഫയൽ മാത്രമേ ഉള്ളൂ. ഇനി ഞാനിത് എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന ജാവ കോഡിനകത്ത് എറർ ഒന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് അടുത്ത ടാബിലേക്ക് കമാൻഡ് ലൈൻ പോവും. നിലവിൽ എറർ ഒന്നും ഇല്ല, അതുകൊണ്ടാണ് നെക്സ്റ്റ് കമാൻഡ് ലൈനിലേക്ക് പോയിരിക്കുന്നത്, നെക്സ്റ്റ് ലൈനിലേക്ക് പോയിരിക്കുന്നത്. ഇനി നമ്മൾ ഈ ഫോൾഡർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു ഡോട്ട് ക്ലാസ് ഫയലും കൂടെ ക്രിയേറ്റ് ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഒരു ക്ലാസ് ഫയൽ ആയിരിക്കും റൺ ചെയ്യാൻ പോകുന്നത്. അത് റൺ ചെയ്യാൻ വേണ്ടി ജാവ എന്നുള്ള കമാൻഡാണ് യൂസ് ചെയ്യേണ്ടത്. സി വേണ്ട, ജാവ എന്നുള്ള കമാൻഡ് യൂസ് ചെയ്യുക. അതിനുശേഷം ഫയലിൻ്റെ പേര്, ഇതിന് എക്സ്റ്റൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല, പ്രിന്റ് ഹലോ വേൾഡ് എന്ന് മാത്രം മതി. പക്ഷേ കമ്പൈൽ ചെയ്യുമ്പോൾ ഡോട്ട് ജാവ എന്നുള്ള എക്സ്റ്റൻഷൻ കറക്റ്റായിട്ട് കൊടുക്കണം. അതാണ് ഇവിടെ ഞാൻ യൂസ് ചെയ്തത്. റൺ ചെയ്യുമ്പോൾ ജസ്റ്റ് ഫയലിൻ്റെ നെയിം മാത്രം കൊടുത്താൽ മതി, ആ എക്സ്റ്റൻഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നമ്മളിത് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഹലോ വേൾഡ് എന്നുള്ളത് കമാൻഡ് പ്രോംപ്റ്റ് പ്രിന്റ് ചെയ്ത് വരണം. അത് വരുന്നുണ്ട്, നമുക്ക് വെരിഫൈ ചെയ്യാം. ഹലോ വേൾഡ് എന്നുള്ളത് പ്രിന്റ് ചെയ്ത് വന്നു. അതുപോലെ നമ്മൾ ജാവ കോഡ് ഇരിക്കുന്ന ആ ക്ലാസ്സിനകത്ത് എന്തേലും ഇൻറ്റൻഷനലി മിസ്റ്റേക്ക് വരുത്തി കഴിഞ്ഞാൽ അതനുസരിച്ചുള്ള എറർ മെസ്സേജ് കമാൻഡ് ലൈനിൽ കാണിക്കും. അത് നമുക്കൊന്ന് വെരിഫൈ ചെയ്യാം. ഞാൻ ഈ ഫയൽ സേവ് ചെയ്യുന്നു. സേവ് ചെയ്ത ശേഷം വീണ്ടും കമ്പൈൽ ചെയ്യാൻ പോവുകയാണ്. കമ്പൈൽ ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ആ ഒരു ഫയലിനകത്ത് ഇഷ്യൂസ് ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ കമ്പൈൽ ചെയ്യുകയാണ്. ഇത്തവണ കമ്പൈൽ ചെയ്തപ്പോൾ ഒരു സെമി കോളം മിസ്സിംഗ് ആണെന്നുള്ളത് ഇവിടെ പ്രിന്റ് ചെയ്ത് വന്നു. വീണ്ടും നമുക്ക് ആ ഒരു ഇഷ്യൂ ഫിക്സ് ചെയ്യാം. അതിനുശേഷം വീണ്ടും നമുക്ക് കമ്പൈൽ ചെയ്ത് നോക്കാം. ഞാൻ സെമി കോളം ആഡ് ചെയ്തു. അതിനുശേഷം ഫയൽ സേവ് ചെയ്യണം. ഫയൽ സേവ് ചെയ്തെങ്കിൽ മാത്രമേ അപ്ഡേറ്റ് കറക്റ്റായിട്ട് വരുള്ളൂ, അത് ശ്രദ്ധിക്കുക. ഫയൽ സേവ് ചെയ്യുക, അതിനുശേഷം ക്ലോസ് ചെയ്യുക, വീണ്ടും കമ്പൈൽ ചെയ്ത് നോക്കുക. ഇത്തവണ കമ്പൈൽ ചെയ്തപ്പോൾ എറർ മെസ്സേജ് ഒന്നും കാണിച്ചില്ല. വീണ്ടും നമുക്ക് റൺ ചെയ്യാം. ഹലോ വേൾഡ് എന്നുള്ള പ്രിന്റ് ചെയ്ത് വന്നു. അപ്പോൾ ഇങ്ങനെയാണ് കമാൻഡ് ലൈൻ യൂസ് ചെയ്ത് നോട്ട്പാഡിൽ ഒരു സിമ്പിൾ ജാവ പ്രോഗ്രാം എഴുതി എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഇതൊരു ഇന്റർവ്യൂ ക്വസ്റ്റ്യൻ ആയിട്ട് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കിയിരിക്കുക. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ബോക്സിൽ ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തേക്കുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.